ഹായ് ഹലോ നമസ്കാരം. ഇന്നെനിക്ക് സുഖമില്ലാതിരിക്കാട്ടോ, അതാണ് എൻ്റെ മുഖം ഒരുമാതിരി പനി പിടിച്ച് വന്നിരിക്കുന്നത്. തൈറോയ്ഡൊക്കെ മൊത്തത്തിൽ ചളവളായിട്ടിരിക്കുകയെന്നാണ് തോന്നണേ. അപ്പോൾ ഞാൻ എന്ത് പറയാൻ വന്നതെന്നറിയോ, ഞാൻ എനിക്കിപ്പം ഇവിടെ ഉള്ളവരാണെങ്കിലും പുറമേ നിന്നുള്ളവരൊക്കെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യണതിൽ കൂടുതൽ ബി എസ് സി നഴ്സുമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബി എസ് സി നഴ്സുമാരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മളവരോട് സംസാരിക്കുമല്ലോ, സാലറിയുടെ കാര്യങ്ങളൊക്കെ നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കുള്ളൊരു സംശയമാണ്, ചേച്ചി നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, ബി എസ് സി നഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഇത്രയും സാലറി കിട്ടുള്ളൂ എന്നുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി എസ് സി നഴ്സ് ആണെങ്കിലും ഇവിടെ മാക്സിമം നമുക്ക് 2500 ദിർഹംസേ സാലറി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പറയുമ്പോൾ അവർ അയ്യോ ചേച്ചി നമുക്ക് പിന്നെ ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇത്രയും സാലറി കിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ഹോം കെയറിൽ UAE ഹോം കെയറിൽ ജോലി ചെയ്യുമ്പം നമ്മൾ എന്താ പറയുക, ബി എസ് സി നഴ്സ് ആണെങ്കിലും നമുക്ക് 2500 മാക്സിമം നമുക്ക് സാലറി കിട്ടുള്ളൂ. അത് അറബിയൊക്കെ അറിയാവുന്നവർക്കാണ് 2500 കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ 2300 നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ അത്ര തരുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹോം കെയറിലല്ലേ ജോലി ചെയ്യണേ, അവിടെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കെയർ ചെയ്താൽ മതിയല്ലോ. പിന്നെ നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ, ബാക്കി എല്ലാ ചിലവുകളും അവരാണ് നോക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് 2500 ദിർഹംസ് നമുക്ക് സാലറി മാക്സിമം കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനെയുള്ള നഴ്സുമാരോട്, ഇപ്പോൾ ബി എസ് സി ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, ഇനി വരാൻ നിൽക്കുന്നവരാണെങ്കിലും ശരി, ഇവിടെ ഈ ഹോം കെയറിലേക്ക് ഇങ്ങനെ തദ്ബീർ മാതിരിയുള്ള ഏജൻസികൾ മാത്രമല്ല, ഇവിടെ അല്ലാതെയുള്ള ഏജൻസികളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി കൊടുക്കുന്ന വെച്ചാൽ ഡേ ഷിഫ്റ്റ് അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ മാത്രം നമുക്ക് ജോലി ചെയ്താൽ മതിയാകും, നിന്ന് നമ്മൾ ജോലി ചെയ്യേണ്ട. അങ്ങനെയുള്ള ജോലി കൊടുക്കുന്ന ഏജൻസികളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് എന്ത് വേണം, ഇവിടെ ലൈസൻസ് വേണം. ഇപ്പോൾ MOH അല്ലെങ്കിൽ DOH എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സാമുകളുണ്ട്. ഈ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ലൈസൻസ് നമ്മൾ എന്താ പറയുക, എഴുതി ലൈസൻസ് നമ്മൾ എടുക്കുക. അങ്ങനെ നമ്മൾ സർട്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഏജൻസികൾ വഴി ജോലി കിട്ടും. അപ്പോൾ നമുക്ക് 4000-5000 ദിർഹംസ് വരെ സാലറി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എടുക്കണം. പക്ഷേ നമുക്ക് ഷിഫ്റ്റ് അനുസരിച്ചായിരിക്കും ജോലി, നമുക്ക് ഓഫ് ഉണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇനിയിപ്പം വരാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മെസ്സേജ് ചെയ്ത കുട്ടിയെ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ബി എസ് സി നഴ്സാണ്. അപ്പോൾ നാട്ടിൽ കിട്ടുന്നതിനപേക്ഷിച്ച് ഇവിടെ ഹോം കെയറിൽ സാലറി ഉണ്ടെങ്കിലും അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചൊന്നും പുറത്ത് പോയി ചെയ്യുമ്പോൾ ഇത്രയും കിട്ടിയാൽ പോരല്ലോ, അതുകൊണ്ട് അവരങ്ങനെ ചോദിക്കണതേ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ വന്നിട്ട് ഒരു വർഷമെങ്കിലും ഒരു ഹോം കെയറിൽ നിന്ന് ഈ എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷനും ചെയ്ത് ആ ഒരു സാലറി ഒക്കെ കിട്ടി നമ്മളൊന്ന് സ്റ്റേബിളായി കഴിയുമ്പോൾ നമുക്ക് അതിനുവേണ്ടി പൈസ മുടക്കാൻ നമുക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എക്സാം എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഏജൻസികൾ വഴിയിട്ട് ജോലി കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷിഫ്റ്റ് അനുസരിച്ചിട്ടുള്ള ജോലി കിട്ടും, അതുപോലെ തന്നെ ഓഫ് ഉണ്ടാകും, അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ടാകും. സ്പോൺസർഷിപ്പ് അവർ തരുമില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. സംഭവം നമുക്കിവിടെ എന്താ പറയുക, UAE വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കേഷനൊന്നും ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഹോസ്പിറ്റലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്, കാരണം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഈ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത് ഓരോ കോൺട്രാക്ടേഴ്സ്, ഓരോ കമ്പനികളാണ് അവർ ഹോസ്പിറ്റലിലേക്ക് സ്റ്റാഫിനെ കൊടുക്കണേ. അപ്പോൾ ഉള്ള സ്റ്റാഫിന് തന്നെയാണ് അവർ എല്ലാ വർഷവും പുതുക്കി കൊടുക്കണേ. പുതിയ സ്റ്റാഫിനൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏജൻസികളും കൂടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ള നഴ്സുമാരോടാണെങ്കിലും ഇനി വരാൻ നിൽക്കുന്ന ആളുകൾക്കുള്ളൊരു സംശയമാണ് ഈ സാലറിയുടെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അത്ര എന്താ പറയുക, സാലറി കൂടുതൽ മേടിക്കണം എന്നൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് എക്സാമൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് ആ ഒരു ലൈസൻസ് ഒക്കെ വാങ്ങിയിട്ട് നിങ്ങളിങ്ങനെയുള്ള ഏജൻസി